ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫിലിം റിവ്യൂ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മലയാളം സിനിമയായ 2018 ആണ്. 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ചിത്രത്തിൻ്റെ കഥ. ഫിലിം റിവ്യൂ എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയുടെ റിവ്യൂ എഴുതുക. ഇത് എഴുതാൻ അറിയാത്തവരെ മാത്രം ഉദ്ദേശിച്ചെടുക്കുന്ന ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2018 ഫിലിം ഈസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ ഇൻ കേരള കറൻലി. 2018 എന്ന സിനിമയാണ് ഇപ്പോൾ കേരളത്തിലെ സംസാര വിഷയം. ദ ഫിലിം ഹാസ് ബിക്കം ദ ഫസ്റ്റ് മലയാളം ഫിലിം ടു ക്രോസ് 150 crore മാർക്ക്. 150 കോടി കടക്കുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും ഈ ചിത്രം സ്വന്തമാക്കി. 2018 is the story of the Kerala floods in the same year. കേരളത്തിൽ അതേ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണ് 2018 എന്ന ചിത്രത്തിൽ പറയുന്നത്. The film deals with the damage caused by the floods and the survival of the people during the natural calamity. വെള്ളപ്പൊക്കത്തിലുണ്ടായ നാശനഷ്ടങ്ങളും പ്രകൃതിക്ഷോഭത്തിൽ ജനങ്ങളുടെ അതിജീവനവുമാണ് ചിത്രം പറയുന്നത്. 2018 tells us the story of unsung heroes. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു നായക കഥാപാത്രമില്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. Director Jude Anthony Joseph brought the natural look from the flat time to the big screen with the best technical values. വെള്ളപ്പൊക്ക സമയത്ത് എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ, അത് മികച്ച സാങ്കേതിക മൂല്യങ്ങളോടെയാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത്. He told the story with strong emotions and an engaging screenplay. ശക്തമായ ഇമോഷൻസ്, വികാരങ്ങളും ആകർഷകമായ തിരക്കഥയും കൊണ്ടാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞിരിക്കുന്നത്. Though the story of 2018 looks simple, the survival journey of the characters is very connecting and that won the hearts of the audience. 2018 എന്ന ചിത്രത്തിലെ കഥ ലളിതമായി തോന്നുമെങ്കിലും കഥാപാത്രങ്ങളുടെ അതിജീവനയാത്ര വളരെയധികം വേദനയുളവാക്കുന്നു. അത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. ഹാർട്ട് ടച്ചിങ് ഇമോഷൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഓഫ് 2018. ഹൃദയസ്പർശിയായ വികാരങ്ങളാണ് 2018 ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഹ്യൂമാനിറ്റി ഈസ് എ ടേക്ക് അവേ ഫോർ ദി ഓഡിയൻസ്. മനുഷ്യത്വമാണ് പ്രേക്ഷകർക്ക് എടുത്തു പറയാനുള്ളത്. Jude Anthony Joseph is successful in delivering master narration and characterization. ആഖ്യാനത്തിലും കഥാപാത്ര രൂപീകരണത്തിലും ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകൻ വിജയിച്ചു. He dealt the first half of 2018 with the introduction of the characters of all the unsung heroes and then stepped to the emotional side in the second half. 2018 എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്, അതായത് ആദ്യ പകുതി, ചിത്രത്തിലെ എല്ലാ നായകന്മാരെയും കഥാപാത്രങ്ങളെയും അദ്ദേഹം പരിചയപ്പെടുത്തി. ചിത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ്, അതായത് രണ്ടാം പകുതിയിൽ വൈകാരിക വശത്തേക്ക് ചുവടുവെച്ചു. There is no particular actor who takes the lead position in the film. ഈ ചിത്രത്തിൽ നായകസ്ഥാനം ഏറ്റെടുക്കാൻ പ്രത്യേകിച്ചൊരു നടനില്ല. Since 2018 is a story-driven film, all the main characters share equal importance and screen time. എല്ലാ പ്രധാന കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യവും സ്ക്രീൻ സമയവും ഉണ്ട്. It's good to see Tovino Thomas accepting the film despite his star presence. ചില താരങ്ങൾക്ക് ഇതുപോലെയുള്ള സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യക്കുറവായിരിക്കും, പക്ഷേ ടൊവിനോയെ പോലെയൊരു നടൻ ഈ ചിത്രം സ്വീകരിക്കുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട്. ആക്ടർ ലാൽസ് പെർഫോമൻസ് ഈസ് ഓൾസോ ദ കീ ടു ദ ഫിലിം. നടൻ ലാലിൻ്റെ പ്രകടനവും ചിത്രത്തിൽ നിർണായകമാണ്. ഓൾ അതർ ആക്ടേഴ്സ് ഓൾസോ പ്ലേഡ് ദർ പ്രോമിനന്റ് പാർട്സ്. മറ്റെല്ലാ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങളെ നന്നായി അവതരിപ്പിച്ചു. 2018 ഈസ് ടെക്നിക്കലി സോളിഡ്. 2018 എന്ന ചിത്രം സാങ്കേതികമായി ശക്തമാണ്. അഖിൽ ജോർജ് സിനിമാറ്റോഗ്രഫി ആൻഡ് നോബിൻ പോൾ സൗണ്ട് ട്രാക്ക് ആർ ദ കീസ്. അഖിൽ ജോർജിൻ്റെ ഛായാഗ്രഹണവും നോബിൻ പോളിൻ്റെ സൗണ്ട് ട്രാക്കും എടുത്തു പറയേണ്ടതാണ്. VFX വർക്ക് ഈസ് ഓൾസോ ടോപ്പ് ക്ലാസ്. VFX വർക്കുകളും മികച്ച നിലവാരം പുലർത്തുന്നു. So, 2018 is a must-watch film for its engaging narration and superior technical standards. മികച്ച ആഖ്യാനവും മികച്ച സാങ്കേതിക നിലവാരവും പുലർത്തുന്ന 2018 എന്ന ചിത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. One cannot miss this best presentation of humanity on the big screen. വലിയ സ്ക്രീനിലുള്ള മനുഷ്യത്വത്തിൻ്റെ ഈ മികച്ച അവതരണം ആർക്കും നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഫിലിം റിവ്യൂവിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.